ഈ മലം ചാനൽ ഇപ്പോൾ മാമ ചാനലായി അക്ഷരത്തിലും പ്രയോഗത്തിലും മാറിക്കൊണ്ടിരിക്കുകയാണ്. വടക്കേ ഇന്ത്യയിൽ ഒരു ക്രിസ്ത്യാനിയെ, ഒരു പാസ്റ്ററെ, ഒരു പുരോഹിതനെ പൂട്ടണമെങ്കിൽ വളരെ ഈസിയാണ്. കാരണം നിയമവും നിയമപാലകരും എല്ലാം ഇവരുടെ കയ്യിലിരുന്ന് അമ്മാനമാടിക്കൊണ്ടിരിക്കുകയാണ്. ആരെയും ഏത് വിധേനയും പൂട്ടാം, അകത്തിടാം, പുറത്തിറക്കാം. ഗ്രഹാസ്റ്റേൽസുമായി ബന്ധപ്പെട്ടവൻ MP, പിന്നെ അകത്ത് കിടന്നവൻ പുറത്തിറങ്ങി, എന്തൊക്കെ കാര്യങ്ങൾ വളരെ സുലഭമായി ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഒരു സാരാംശ വെടിക്കെട്ടുകളാണ് ഇന്ന് ഇവിടങ്ങളിൽ അവിടെ ആയിട്ടിരുന്ന് ചീറ്റിക്കൊണ്ടിരിക്കുന്നത്. BJP ഭരണം നടത്തുന്ന സംസ്ഥാനങ്ങളിലും കോർപ്പറേഷനുകളിലെല്ലാം ചെറിയ ചീറ്റലുകൾ ചീറ്റി തുടങ്ങിയിരിക്കുന്നു. അതിൻ്റെ ബഹിർസ്ഫുരണമാണ് ഓമല്ലൂരും സമീപ പ്രദേശങ്ങൾ, കോട്ടയത്തൊരു സോളമൻ പാസ്റ്ററുടെ വിഷയം, പിന്നെ ഒരു മലവാസി മക്കളുമായി ബന്ധപ്പെട്ട ഒരു ബ്രദറൻ അസംബ്ലിയുടെ വിഷയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചീറ്റി തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ യവന്മാരിത് അറിയുന്നില്ല. ഇത് ചീറ്റി അവസാനം നനഞ്ഞ് മണ്ണിടിയുമെന്ന് ഇവനൊക്കെ അറിയുന്നില്ല. ഈ സോളമൻ എന്നൊരു പാസ്റ്റർ ഈ തെരുവിലൂടെയൊക്കെ പ്രസംഗിക്കുകയും തെരുവിൽ വെച്ചതൊക്കെ തന്നെ പ്രാർത്ഥിച്ച് അനേകരുടെ മാനസിക വിഭ്രാന്തികളൊക്കെ മാറ്റുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് തെളിവോടുകൂടെ കാണുവാനൊക്കെ കഴിഞ്ഞു. അദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യം ഈ മലം എന്ന ചാനലിനെ എതിരായിട്ട് അദ്ദേഹത്തിന്റെ ലാംഗ്വേജിൽ മാന്യമായ ഒരു പ്രതികരണം നടത്തി. അദ്ദേഹം പ്രസ്താവനയല്ല നടത്തിയത്. കാരണം ഇപ്പോ നീയൊക്കെ മനസ്സിലാക്കണം, ഇവിടെ പ്രസ്താവനകളും ഇവിടെ ആക്രമണങ്ങളും ഇവിടെ സംഘപരിവാറും പോഷക സംഘടനകളും ചാനലുകളോട് നടത്തിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ഞങ്ങൾ ചെയ്യുന്ന എന്താണ്? നിങ്ങൾ നടത്തുന്ന പ്രസ്താവനകൾക്ക് ഞങ്ങൾ പ്രതികരിക്കുന്നു, അതിന് മറുപടി പറയുന്നു. ആക്രമണങ്ങളെ ചെറുത്തു നിൽക്കുവാൻ നിയമങ്ങളിലൂടെ ഞങ്ങൾ പ്രവർത്തിക്കുന്നു. അപ്പോ ആക്രമണം അഴിച്ചുവിടുന്നവനും വർഗീയ പ്രസ്താവന നടത്തുന്നവനും ഇവിടെ ഒരു കുഴപ്പവുമില്ല. അതിനെതിരെ ഒരു ചെറുവാക്കുകൊണ്ട് ഒന്ന് പ്രതികരിക്കുമ്പോൾ, അതിനെ ഒന്ന് ചെറുത്തു നിൽക്കുവാൻ ശ്രമിക്കുമ്പോൾ, എവിടെ നിന്ന് വീണ് തലമട്ടമല്ലേ വീഴാൻ പറ്റും, അവിടെ നിന്ന് ഒന്ന് ചെറുത്തു നിൽക്കുവാൻ നിയമവ്യവസ്ഥയിൽ കീഴിൽ പ്രവർത്തിക്കുമ്പോൾ അവനെതിരെ വേട്ടയാടുന്ന ഈ LKG പങ്കിളി അംഗനവാടി പ്രവർത്തികൾ ഈ മലം ചാനൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് വെറും പരിതാപമെന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ക്രിസ്ത്യാനികളല്ല, എല്ലാ മതസ്ഥരും നിയമപാലകരും മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് വിവരമുള്ള അക്രൈസ്തവരൊന്നും യവനൊക്കെയൊന്നും അനുകൂലിക്കില്ല. എന്തായാലും യവന്റെയൊക്കെ ഈ ഗതി ഓർത്ത് അവർ പരിതാപ ദീർഘനിശ്വാസം വിടുകയെന്നല്ലാതെ മറ്റൊന്നും ചെയ്യുന്നില്ല. സോളമൻ പാസ്റ്ററിനെതിരെ ഒരു പരാതി ഇവിടെ വന്നിരിക്കുന്നു, പീഡനം എന്നൊക്കെ ബന്ധപ്പെട്ട. ആ പീഡനത്തിന് ഇരയല്ല ഇവിടെ പരാതി കൊടുത്ത് വന്നിരിക്കുന്നത്. ഇരയുമായി ബന്ധപ്പെട്ട എന്ന് പറയുന്ന ഒരു സ്ത്രീ ശബ്ദം എന്ന് എനിക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. മാമ ചാനൽ, ഈ മലം ചാനൽ പുറത്തു വിട്ടിരിക്കുകയാണ്. അപ്പോ ഇതിന്റെ ഇര എന്ന് നിങ്ങൾ വെളിപ്പെടുത്തുന്ന ആ വ്യക്തി ഏതു സമുദായം? ഹിന്ദുവാണോ? ക്രിസ്ത്യാനിയാണോ? ഏത് സഭയാണ്? അല്ലെങ്കിൽ ആ വ്യക്തിയുടെ സർട്ടിഫിക്കറ്റ്, ഇന്ന് നമുക്കറിയാം സർട്ടിഫിക്കറ്റിൽ ഹിന്ദു ആയിരിക്കും, പലരുടെ വിശ്വാസം മനോനിലകൾ വ്യത്യാസമായിരിക്കും. സർട്ടിഫിക്കറ്റിൽ ക്രിസ്ത്യാനി ആയിരിക്കും, മനോഭാവങ്ങളിലൊക്കെ അവർ വ്യത്യസ്തരായിരിക്കും. ചിലരൊക്കെ സർട്ടിഫിക്കറ്റിൽ ഹിന്ദുവും മനോഭാവത്തിൽ വ്യത്യാസവും ആയിട്ടൊക്കെ ജോലി അനുഷ്ഠിക്കുന്നവരുണ്ട്. സർട്ടിഫിക്കറ്റിൽ ക്രിസ്ത്യാനിയും ഹൈന്ദവ ആനുകൂല്യ ഈ ഇവിടത്തെയൊക്കെ സംവരണത്തിലൊക്കെ ജോലി ചെയ്യുന്നവരുണ്ട്. അപ്പൊ ഇതുപരമായിട്ട് ബന്ധപ്പെട്ട് ഒന്നും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇരയോടുള്ള വിഷയത്തിൽ
ഒരു കാര്യവും മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല. എന്തായിരുന്നാലും ഒരു ക്രിസ്തീയ പ്രവർത്തക, ക്രിസ്തീയ മനോഭാവമുള്ള ഒരു വ്യക്തിയാണ് ഇദ്ദേഹത്തെ ശുശ്രൂഷയ്ക്ക് വേണ്ടി, പരസ്യയോഗത്തിന് വേണ്ടി അജണ്ട തയ്യാറാക്കി വിളിച്ചത്. മനസ്സിലായില്ലേ? അപ്പോ ഈ അജണ്ട തയ്യാറാക്കി വിളിച്ചു. അതുമായി ബന്ധപ്പെട്ട് പീഡനം അല്ലെങ്കിൽ ആക്ഷേപം, സ്ത്രീത്വത്തിനെതിരെ എന്നൊക്കെ പറഞ്ഞ ഒരു ബന്ധമില്ലാത്ത പുറത്തു നിന്ന് ഉള്ള ഒരു സ്ത്രീ പോലത്തെ ശബ്ദം, അത് മോർഫിംഗ് ആണോ സ്ത്രീയാണോ, ഈ വ്യക്തി സൗകര്യമായിട്ട് ഈ ഇരയെന്ന് ഇവർ പറയുന്ന വ്യക്തിയായിട്ട് ബന്ധമുള്ളതാണോ എന്നറിയാത്ത. എന്തായിരുന്നാലും സോളമൻ പാസ്റ്റർക്ക് 8ന്റെ പണി കിട്ടി. പ്രത്യേകിച്ച് പെന്തക്കോസ്ത് ആത്മീക ഗോളം ലോകത്തിൽ ആരോപിതരെന്ന് പറയുമ്പോൾ ലോകം മൊത്തം അറിയും. നിരപരാധി എന്ന് പറയുമ്പോൾ പേപ്പറിന്റെ കോളത്തിൽ ഒരു കോളം പോലും കാണില്ല. അന്ന് ആരും ഓർക്കയില്ല. ആരോപിതൻ എന്നും ആരോപിതൻ തന്നെയായിരിക്കും. അതാണ് ഈ നാട്ടു നടപ്പ്. എന്തായിരുന്നാലും അങ്ങേർക്ക് നല്ല കാലം. ആരോപിതൻ അദ്ദേഹം പിന്നെ ആ അവസ്ഥയിൽ നിന്ന് പ്രതികരിച്ചു. പക്ഷേ ഈ ജനം ചാനല് നീയൊക്കെ ഈ മാമാപ്പണി എന്ന് പറഞ്ഞ സ്ത്രീത്വം, സ്ത്രീ ശബ്ദം ഇവരെയൊക്കെ എടുത്തു വച്ചിട്ട് എന്തെല്ലാം ചെയ്യുന്നു. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ അവിടുത്തെ അവതാരി പാവപ്പെട്ട കൊച്ചു സഹോദരിമാർ, വാസ്തവത്തില് നമ്മളെയൊക്കെ സഹോദരിമാരെ പോലെ മക്കളെ പോലെയുള്ള പെൺകുട്ടികൾ ജോലിക്കെന്ന് പറഞ്ഞ് അവിടെ വന്ന് അവതാരികരായിട്ടിരിക്കും. അവരെ കൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ വളരെ വ്യാജമെന്ന് നിനക്കൊക്കെ തന്നെ അറിയാം. നിന്റെ മനസാക്ഷിക്ക് തന്നെ യോജിക്കാൻ പറ്റില്ല. അതിനെയൊക്കെ തന്നെ ഒരു മാധ്യമ ധർമ്മ പ്രസ്താവന പോലെയൊക്കെ അവതരിപ്പിക്കുന്ന ആ ഗതികേട്. നീയൊക്കെ ആ പാവപ്പെട്ട സഹോദരിമാർ അവതാരികരെ കൊണ്ടൊക്കെ ചെയ്യുന്നില്ലേ? അതുവരെ തന്നെ ക്രിമിനൽ കേസാണത്. നിനക്കെതിരൊക്കെ എന്തെല്ലാം കേസുകൾ കൊടുക്കേണ്ട സമയം കഴിഞ്ഞെന്നറിയാമോ? പാവപ്പെട്ട പെൺകുട്ടികളെ കൊണ്ട് വെറും വ്യാജമുള്ള വാർത്ത അകത്തിരുന്ന് ഏവനോ ഒരുത്തൻ തയ്യാറാക്കി അവരെ കൊണ്ട് പറയിപ്പിക്കുന്നു. പണ്ടൊരിക്കൽ ഞാൻ നമോ ചാനലിൽ ഒരു പാവപ്പെട്ട സഹോദരി, പാവം, എന്ത് എന്ത് ദേഷ്യം തോന്നുന്നു. ഇവനൊക്കെല്ലാം എഴുതി കൊടുക്കുന്നു. ആ പെൺകുട്ടിക്ക് എന്തെങ്കിലും 1000-500 രൂപ കിട്ടുമായിരിക്കും. ആ കുട്ടി ആവേശത്തോടെ യൗമൽ പറഞ്ഞ ആ ഒരു പിന്നെ ലൈംഗിക ചുവയുള്ള വാക്കുകളും ഒക്കെ ഉപയോഗിച്ച് ആ കുട്ടി പറയുന്ന ഒരു പ്രസ്താവന, ഒരു വീഡിയോ ഞാൻ കണ്ടു. ഈ വാസ്തവത്തിൽ ഇത് ഇവിടെ ഇവന്റെയൊക്കെ അവതാരികളായിട്ടൊക്കെ ഇരിക്കുന്നില്ലേ പാവപ്പെട്ട കുട്ടികൾ? നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും നല്ല ജോലിക്ക് പോകുന്നതാണ് നല്ലത്. യവനൊക്കെ ഈ ചെയ്യുന്ന മാധ്യമ ധർമ്മത്തിനെതിരെ കുറേ ദിവസം കഴിയുമ്പോൾ നിങ്ങളുടെയൊക്കെ മനസ്സാക്ഷി തന്നെ നിങ്ങളോട് വാദിക്കും. നല്ലൊരു സുഗമമായ ഒരു ജീവിത നടത്തിപ്പിന്റെ മുന്നേറ്റം ഈ അണിയറയിൽ ഈ അസത്യത്തെ ഉരുവാക്കുന്നവനും അസത്യത്തെ അജണ്ട തയ്യാറാക്കുന്നവനും സ്ക്രിപ്റ്റ് എടുക്കുന്നവനും ഈ പറയിപ്പിക്കുന്നവർ ഒരു കാലം കഴിയുമ്പോൾ ഉണ്ടാകത്തില്ല. സത്യത്തെ ആർക്കും സത്യത്തെ മമ്മൂട്ടയിലോ സത്യത്തെ മൂടി വയ്ക്കാം, മറച്ചു വയ്ക്കാം, ഒളിച്ചു വയ്ക്കാം. ബട്ട് ഒരു നാൾ അത് പുറത്തു വരും. ഇത് ജനം ചാനലിനോടുള്ള വിഷയത്തിൽ എന്റെ പ്രവചന ശബ്ദമാണ്. എല്ലാവരെയും എല്ലാ കാലത്തിലും പറ്റിക്കാൻ പറ്റില്ല. അതും വടക്കൻ ഇന്ത്യയിലല്ല, പ്രബുദ്ധരായ കേരളത്തിൽ. അപ്പൊ നിന്റെയൊക്കെ ഒരു അജണ്ട ഒരുവനെ കരുവാക്കണം, ഒരുവനെ നിങ്ങൾക്കെതിരെ ഇട്ടവന് പണി കൊടുക്കണം. അതിനു വേണ്ടി ഒരു സ്ത്രീ ആരോപണം എന്ന് പറയുമ്പോൾ പിന്നെ അന്വേഷണമില്ലാതെ ഒരു റിമാൻഡ്, ഏത് MLA ആയിരുന്ന റിമാൻഡ് കഴിഞ്ഞിട്ട് അന്വേഷണം പിന്നെ വിഷയമുള്ളൂ, അറിയാം. പിന്നെ ഏതെങ്കിലും ഒരു കൊച്ചിനെ കയറ്റി വെച്ചൊരു പോക്സോ. അപ്പോ വാർത്തയ്ക്ക് വേണ്ടി, കേസിന് വേണ്ടി, തുരുമ്പ് കണ്ടെത്താൻ വേണ്ടി ഈ പുറകെ നടന്ന്, പ്രത്യേകിച്ച് ഈ സ്ത്രീത്വവുമായി ബന്ധപ്പെട്ട വിഷയം, അത് ഒരു മാമാപ്പണിയാണത്. അതിന് ഒരിക്കലും നിന്റെയൊക്കെ വീടുകളിലുള്ള ഇതിന്റെയൊക്കെ സ്ക്രിപ്റ്റ് തയ്യാറാക്കുന്നു, നിന്റെയൊക്കെ ചോദിക്കുന്നു, നിന്റെയൊക്കെ വീടുകളിലുള്ള സഹോദരിമാരെ കൊണ്ട്, പെൺകുട്ടികളെ കൊണ്ട് ഇതേപോലത്തെ റോൾ നീയൊക്കെ ചെയ്യിപ്പിക്കുമോ? ഇതേപോലെയൊക്കെ അവരെ കഥാപാത്രമാക്കി നിർത്തുമോ? അവരെയൊക്കെ അവതാരികളാക്കി നിർത്തുമോ? ഇതൊക്കെ നീ വച്ച് മതിയാക്കണം. സ്ത്രീത്വത്തിനെതിരെ ആവശ്യമില്ലാത്ത നിലകളിൽ അപമാനിക്കുന്ന ജനം ചാനലിന്റെ ഈ തരത്തിലുള്ള വ്യാജ പ്രചാരണങ്ങൾ വച്ച് മതിയാക്കണം. വാസ്തവത്തിൽ ഇവിടുത്തെ നിയമവ്യവസ്ഥകളും ഗവൺമെന്റും സ്വമേധയായി ഈ ചാനലിനെ സസൂക്ഷ്മമായി വാച്ച് ചെയ്ത് ഈ ചാനലിനെ ബാൻ ചെയ്യണമെന്നാണ് എനിക്കുള്ള അഭിപ്രായം. വളരെ ജനാധിപത്യത്തിനും മാനവികതയ്ക്കും മനസാക്ഷിക്കും എതിരെ സമൂഹത്തിന്റെ ഇടയിലേക്ക് അസത്യങ്ങളെ വിതറിക്കൊണ്ടിരിക്കുന്നു. അതിനുവേണ്ടി ഒരു കഴമ്പുകളുമില്ലാത്ത വിഷയങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്നു. പിന്നെ പറഞ്ഞ കൂട്ടത്തിലെല്ലാം പറയണമല്ലോ. സോളമൻ പാസ്റ്ററോട് എനിക്ക് പറയാനുള്ള 1-2 കാര്യം. ഈ സഹോദരി ആരോ നിങ്ങളെ ഇങ്ങനെ ഒരു കോണ്ടാക്റ്റിൽ വിളിച്ചു,
അപ്പൊ എവിടെ വെച്ചോ ഒരിക്കൽ പന്തികേട് തോന്നിയപ്പോൾ നിങ്ങൾക്ക് ഫുൾ സ്റ്റോപ്പ് ഇടാമായിരുന്നു. മനസ്സിലായില്ലേ? അപ്പൊ അത് ഒരു ചെയ്ത തെറ്റ്. നിങ്ങൾ എന്തായിരുന്നാലും നിങ്ങളെ കുറിച്ച് ഞാൻ അറിഞ്ഞെടുത്തോളം ഇങ്ങനെയൊക്കെയുള്ള തെറ്റ് ചെയ്യേണ്ട ആവശ്യമോ ഇങ്ങനെയൊക്കെയുള്ള ക്രിയ ചെയ്യേണ്ട ആവശ്യമോ നിങ്ങളുടെ ജീവിതം ബന്ധപ്പെട്ടില്ല. ഇത് ആസൂത്രിതമാണ്, വളരെ ആസൂത്രിതമാണ്, വളരെ ആസൂത്രിതമാണ്. പക്ഷേ ഒരു ദൈവദാസൻ എന്ന വിഷയം വരുമ്പോൾ യോസഫിന്റെ വസ്ത്രത്തെ പിടിച്ചപ്പോ അവൻ അവിടെ വെച്ച് കുഴപ്പമില്ല, അല്പം കൂടി നിൽക്കാന്നല്ല, അവൻ അഗ്രസീവ് ഡിസിഷൻ എടുത്തു. അവിടെ വിട്ടവൻ അതിനെ പിഴുത. ആ ഒരു ഡിസിഷൻ ഒരു ചില വിഷയങ്ങൾ എവിടെ നിൽക്കുമ്പോൾ ഇനി അടുത്ത നിമിഷം നമുക്ക് തെറ്റിലേക്ക് റോങ്ങിലേക്ക് നയിക്കപ്പെടും എന്നൊരു തോന്നൽ വന്നാൽ അവിടെ വെച്ചൊരു അഗ്രസീവ് ഫുൾ സ്റ്റോപ്പ് ഇടാൻ പറ്റണം. അത് തെറ്റ്. 2 സോളമൻ പാസ്റ്ററുടെ ഒരു തെറ്റ്, ഏതോ ഒരു ചാനൽ എനിക്കെതിരെ പരാതി പറഞ്ഞു, ആരോ ആസൂത്രിതമായി ചെയ്തു, അങ്ങനെയൊന്നും വടിവാളൊക്കെ കൊണ്ട് ഒരിക്കൽ നടന്നെന്നൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞു പാസ്റ്റർ. ധൈര്യമുള്ള പാസ്റ്ററാണ്, തമാശയായിട്ടാണ് പറഞ്ഞത്. ഓക്കെ, പക്ഷെ പറയണം, സംഘപരിവാറിന്റെ മറവിലെ അജണ്ട ജനം ചാനലിനെതിരെ താങ്കൾ സംസാരിച്ചു. ആ സംസാരിച്ചത് സംഘപരിവാറുമായി ബന്ധപ്പെട്ടവർ, അവരുടെ ചിലപ്പോൾ അവരുടെ അധികാരികളല്ലായിരിക്കാം, സംഘപരിവാറുമായി ബന്ധപ്പെട്ടവരുടെ അജണ്ടയാണ് നിങ്ങളെ ഇങ്ങനെ കുരുക്കുന്നതിലൊരു കാരണം. പിന്നെ ചാനൽ, ഏതോ ഒരു ചാനൽ, ജനം ചാനൽ, സംഘപരിവാറിന്റെ പ്രവർത്തകരുടെ ആസൂത്രിതമായ സ്ക്രിപ്റ്റും അജണ്ടയും അവരുടെ മറവിലെ കരുനീക്കത്തിലും ജനം ചാനലുകാർ കൊടുത്ത വാർത്തയാണ് ഇത്. പിന്നെ ബിനു വാഴമുട്ടത്തിന്റെ ഒരു കൂട്ടുകാരനാണ് താങ്കളെന്ന് ജനം ചാനൽ പരാമർശിച്ചപ്പോൾ അതിന് മറുപടിയായിട്ട് താങ്കൾ പിന്നെ പത്രോസും യേശുവിനെയൊക്കെ പിടിച്ചപ്പോ ഞാൻ അവൻ അറിയുന്നില്ല തള്ളി പറഞ്ഞു. അത് തപ്പ് പാസ്റ്ററെ, അങ്ങനെയൊന്നും പറയരുത്. നമ്മുടെ കൂട്ടുകാരൻ ആരോ ആവട്ടെ, ഒരു ദൈവത്തിന്റെ സഭ എന്ന കൺസെപ്റ്റിൽ വരുമ്പോൾ, സഭ എന്നൊരു കൺസെപ്റ്റ് വരുമ്പോൾ നമ്മൾ കൂട്ടു സഹോദരനാണ്. നിങ്ങളുടെ വീക്ഷണത്തിൽ കുറവോ മികവോ ഉണ്ടായിരിക്കാം, എനിക്കതിനൊരു ബന്ധമില്ല. ബന്ധമുണ്ട്. തലയായ ക്രിസ്തു, ശരീരം, അവയവങ്ങൾ അങ്ങനെ ഉണ്ടെങ്കിൽ ആ ബന്ധം എനിക്ക് എന്റെ കൂട്ടു സഹോദരനാണ് എന്ന് പറയണം ആയിരുന്നു. പിന്നെ താങ്കൾക്ക് ഈ വിഷയം താങ്കൾ പറഞ്ഞു ഞാൻ കേസൊന്നും കൊടുക്കില്ല എന്ന്. നോ, തപ്പ്. ഇങ്ങനെയൊക്കെ ആവർത്തിച്ചു കഴിഞ്ഞാൽ അടുത്ത് ഇപ്പൊ താങ്കൾക്ക് കുറച്ച് ബന്ധം കൊണ്ടായിരിക്കാം. പാവപ്പെട്ടവന്റെ ഗതിയായി എന്തായിരിക്കും? ആരുമില്ലാത്തവനെ അവൻ നീതി ഉപദ്രവിക്കപ്പെടില്ലേ? താങ്കൾക്ക് കേസ് കൊടുക്കേണ്ട ഓപ്ഷൻ, താങ്കളുടെ പ്രസ്താവന ശരിയാണെങ്കിൽ, താങ്കളുടെ മനസ്സാക്ഷി ശരിയാണെങ്കിൽ, താങ്കൾക്കെതിരെ തെറ്റായ ആരോപണമാണെങ്കിൽ, ഈ ജനം ചാനൽ താങ്കൾക്കെതിരെ ആസൂത്രിതമായി കരുനീക്കിയ ഒരു വിഷയമാണെങ്കിൽ താങ്കളുടെ മക്കളെ ബാധിച്ചിരിക്കാം, താങ്കളുടെ കുടുംബത്തെ ബാധിച്ചിരിക്കാം, പെൺകുട്ടികളെ ബാധിച്ചിരിക്കാം, ഭാര്യയെ ബാധിച്ചിരിക്കാം. അതുകൊണ്ട് നഷ്ടപരിഹാര തുകയോടുകൂടെ മാനനഷ്ടത്തിന് ജനം ടിവിക്കെതിരെ കേസെടുക്കണം. ഈ ഒരൊറ്റ വിഷയത്തെ എടുക്കേണ്ട ലെവൽ എടുത്തു കഴിഞ്ഞാൽ ജനം ചാനൽ പൂട്ടേണ്ട എല്ലാവിധ വകുപ്പുകളും ഇതിനകത്തുണ്ട്. ചിലപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഇല്ലാത്ത സാക്ഷ്യങ്ങളും ഇല്ലാത്ത തെളിവുകളും ഇല്ലാത്ത മേഖലകളെ ഇവർ ഉരുവാക്കി കൊണ്ടുവരുവാൻ സാധ്യതയുണ്ട്. എന്നിരുന്നാലും താങ്കളുടെ മനസ്സാക്ഷിയിൽ ഒക്കെയാണ് എങ്കിൽ ഏത് വ്യാജ തെളിവുകൾ കൊണ്ടുവന്നാലും ഒരു നാൾ അങ്ങ് വെച്ചല്ല ഇവിടെ വെച്ച് അത് വെളിപ്പെടും. അതുകൊണ്ട് താങ്കളുടെ പ്രതികരണത്തിൽ അല്പം ഒരു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു ചെറിയൊരു ഇത് വന്നു. അത് ആ എററാണ് ഞാനിപ്പോ പറഞ്ഞത്. 1 സംഘപരിവാർ, 2 ജനം ചാനൽ, 3 ബിനു വാഴമുട്ടം എന്റെയും നിങ്ങളുടെ കൂട്ടു സഹോദരൻ, 4 ഞാൻ കേസ് മാനനഷ്ടത്തിന് കേസ് കൊടുക്കും. ഞാനൊരു ദൈവദാസനാണ്. ഇങ്ങനെയൊക്കെയുള്ള വിഷയം വരുമ്പോൾ മാത്രം പലപ്പോഴും നമ്മൾ സംയമനം പാലിക്കും. അതൊന്നുമല്ല, ഇത് ചെയ്യണം. ഇത് ചെയ്യുന്നത് പുരുഷത്വത്തിന്റെയും ദൈവികതയുടെയും ദൈവസഭയ്ക്ക് വേണ്ടിയും താങ്കൾ ചെയ്യുന്നൊരു പ്രവൃത്തിയാണ്. അല്ലാതെ വിട്ടിങ്ങനെ വിട്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല. മനസ്സിലായി? നിങ്ങളുടെ ഭവനത്തെ ബാധിച്ചു. നിങ്ങളെ വിശ്വസിച്ച് എത്രയോ വിശ്വാസ മണ്ഡലം ഉണ്ടായിരുന്നു. തുറന്നു പറയട്ടല്ലോ, താങ്കൾ സത്യസന്ധനാണ്. പക്ഷേ താങ്കളുടെ പ്രതികരണവും താങ്കളുടെ ശബ്ദവും കേട്ട പലയിടത്തുള്ള പല ആൾക്കാരുടെ അകത്തും ദുരൂഹതകൾ അവശേഷിക്കുന്നതായിരിക്കാം ഇവന്മാരുടെ ഈ വാർത്തകൾ നിമിത്തം.
അതുകൊണ്ട് താങ്കൾ കേസ് കൊടുക്കണം, മാനനഷ്ടത്തിന് കേസ് കൊടുക്കണം. ഈ ചാനലിനെ പൂട്ടുന്നത് വരെ ഇത് സമൂഹത്തിന് ആപത്താണ്. ഈ ചാനൽ മാധ്യമധർമ്മത്തിനെതിരെയാണ്. ഈ ചാനൽ ഇവിടുത്തെ സാമുദായിക ഐക്യത്തിനും ഇവിടുത്തെ ജനാധിപത്യത്തിനും ബഹുസ്വരതയ്ക്കും നാനാത്വത്തിന് ഏകത്വത്തിനും അത് വൈരുദ്ധ്യങ്ങളിലെ മനോഹാരിത, അതാണ് ഭാരതം. എല്ലാ വൈരുദ്ധ്യങ്ങളും ഉണ്ടെങ്കിലും അതിനൊരു മനോഹാരിതയുണ്ട്. അതിനെ വലിച്ചു കീറത്തക്കവണ്ണം ഈ ജനം ചാനലിന്റെ ചീറ്റലുകൾ, ഇതിന്റെ അണിയറയിൽ പ്രവർത്തിക്കുന്ന സംഘപരിവാറിന്റെ അജണ്ടകൾ, ഇതെല്ലാം വലിച്ചു കീറി സമൂഹത്തിലിരുന്ന് ഈ ചാനലിനെ ഒറ്റപ്പെടുത്തിയില്ല എങ്കിൽ അങ്ങ് വടക്കേ ഇന്ത്യയിൽ നടന്നു എന്ന് ഇന്നലെ കേട്ടത് വളരെ സമീപത്ത് നിങ്ങളുടെ മുറ്റത്തും നിങ്ങളുടെ വീട്ടിനകത്തും കടന്നു വരും. അന്ന് നിങ്ങൾ തീരുമാനമെടുക്കുമ്പോൾ പലതും നിങ്ങളുടെ ജീവിതത്തിൽ ഇരുന്ന് വൈകിപ്പോകുമെന്ന് ക്രിസ്ത്യാനികളോട് മാത്രമല്ല, പെന്തക്കോസ്തുകാരോട് മാത്രമല്ല, മുസ്ലിം സഹോദരന്മാരോട് മാത്രമല്ല, ന്യൂനപക്ഷത്തോട് മാത്രമല്ല, ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന എല്ലാ ഹൈന്ദവ സഹോദരങ്ങളുടെ അടുക്കലും ഞാനിത് പറയാൻ താല്പര്യപ്പെടുകയാണ്.